എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഏതായാലും കിളികളുടെ ശബ്ദമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കേട്ട് എഴുന്നേക്കണമൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈയിടെയിട്ട് മഴയും എല്ലാം ഇതുകൊണ്ട് തന്നെ കിളികളൊക്കെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടായിരിക്കണത്, ആരുടെയും ശബ്ദം രാവിലെ ഇല്ല. അപ്പോൾ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇന്ന് കിളികളൊക്കെ നല്ല ശബ്ദമായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി എനിക്ക്. അപ്പോൾ ഇന്ന് പുട്ട് മാത്രമാണ്, പഴമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പുട്ടൊന്നും ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഒട്ടും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നില്ല, തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ നമ്മൾ 65 ചെയ്തില്ലേ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്ന റിച്ചാണ്. അപ്പോൾ അത് ഇന്നും ഉണ്ടാക്കണം. പിന്നെ റൂബിക്കും ചിക്കൻ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റോടി ചിക്കൻ ഓർഡർ ചെയ്തിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് നിന്ന് കേട്ടോ. കാരണം കുറച്ച് നേരം കഴിയും വരുമ്പോഴേക്കും, അവർക്ക് ഇത്തിരി തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചിക്കൻ വന്നത്. പിന്നെ എടുത്ത് വെക്കാനുള്ളതും ഒക്കെ അങ്ങനെ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ച്, പിന്നെ നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ളതും റൂബിക്ക് കൊടുക്കാനുള്ളതും മാത്രമാണ് പുറത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ചിന്താവിഷയം ഞാൻ പറയാം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ചില വ്യക്തികളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിനെ അവർക്ക് മനസ്സിലാവില്ല. ശരിക്കും അവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവില്ല. അതായത് ഒരേ പേരുകളുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ പേര് ഒത്തിരി പേർക്കുള്ളത് കൊണ്ട് തന്നെ ആര് എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് പറയാനൊന്നുമില്ല എന്ന് വരുമ്പോൾ നമ്മളൊരു കാര്യം പറയും, ശരീരപ്രകൃതി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് മിക്കവാറും ബോഡി ഷെയ്മിങ് എന്നുള്ള പേരിലേക്കും വരാറുണ്ട്. അപ്പോൾ ഈ ശരീരപ്രകൃതി പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരുന്നത് എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് അവർ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത, അതായത് അവരുടെ ബയോഡാറ്റയുടെ അകത്ത് മാത്രം ഒതുങ്ങുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയാണ് അവർക്കുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. ചില ആളുകൾ മോശം കാര്യങ്ങൾ ചെയ്ത് അറിയുന്ന ആളുകളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്ത് അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ലാത്ത വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അവരുടെ പൊക്കക്കുറവോ അല്ലെങ്കിൽ ശരീരപ്രകൃതം പറഞ്ഞിട്ട് നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും മറ്റുള്ളവരുടെ അടുത്ത്. ഇന്ന ആൾ, ആ പൊക്കം കുറഞ്ഞ ആൾ അല്ലെങ്കിൽ പൊക്കം കൂടിയ ആൾ, കറുത്ത ആൾ, വെളുത്ത ആളെന്നൊക്കെ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളുടെ കഴിവുകൾ ഒന്നും പുറത്തെടുക്കാതെ അത്രയും നാളും വെറും വേസ്റ്റായിട്ട് ഈ ലോകത്ത് ജീവിച്ചെന്നുള്ളതിന് തെളിവാണ് ആ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞങ്ങളുടെ അപ്പച്ചൻ്റെ പേര്, ഇവിടെ പപ്പയുടെ അപ്പച്ചൻ്റെ പേര് ജോസഫ് എന്നാണ്. ഒരുപാട് ജോസഫുമാർ ഞങ്ങളുടെ പരിസരത്തുണ്ട്. പിന്നെ ഒരു പ്രത്യേകത, ജോസഫ് എന്നൊന്നും ആരും വിളിക്കൂല, ജോസേപ്പ് കുട്ടി, പണ്ടത്തെ വിളിയാണ് ജോസേപ്പ് കുട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാം ജോസേപ്പ് കുട്ടിമാരാണ്. അപ്പോൾ ഏത് ജോസേപ്പ് കുട്ടി എന്ന് ചോദിക്കുമ്പോൾ DLB-കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ ഫാദറിൻലോയാണ് DLB-കാരൻ. കാരണം DLB-യിലായിരുന്നു ജോലി, കൊച്ചിൻ പോർട്ടിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുപേര്, അപ്പൂപ്പന്മാരുടെ പേര്, അല്ലെങ്കിൽ ശരീരപ്രകൃതം, ഇതെല്ലാം ആ സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ഇവിടെ ജാക്സന്മാരിവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഏത് ജാക്സൺ എന്ന് പറഞ്ഞാൽ കപ്പലിൽ പോണ ജാക്സൺ എന്ന് പറയുമ്പോൾ ഓക്കെ, പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതുപോലെ പറയാൻ ഒന്നുമില്ല എന്നുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ശരീരത്തിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒന്നും പുറത്തെടുക്കാതെ, ഞാൻ ആരാണെന്ന് പോലും അറിയാതെ മരിച്ചു പോകുന്ന
ഒരുപാട് ആളുകളാണ് നമ്മുടെ ഈ ലോകത്തുള്ളതെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഒരു പേരും ഇല്ല, അവർക്ക് പറയാനായിട്ട്, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്ത്, അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈയും പിന്നെ ഇത്തിരി പരിപ്പും മാത്രമാണ് താളിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചെയ്തത് ബർഗറിൻ്റെ ഒരു പാറ്റി ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് റെഡിയാക്കി വെച്ചതാണ്. ചിക്കൻ പച്ചക്ക് തന്നെ മിക്സിയിൽ ഒരിത്തിരി ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും സോയാ സോസും, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, സോയാ സോസ്, ഇത്രയും സാധനം ഇട്ടിട്ട് പച്ച ചിക്കൻ മിൻസ് ചെയ്ത് എടുത്തതാണ് ഇത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കണത്. അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും മല്ലിയില. പച്ചമുളക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കണ ആണെങ്കിൽ പച്ചമുളക് ഇടാതെ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എരിയും. അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ റിച്ചാന് പച്ചമുളക് ഇഷ്ടമല്ലെങ്കിൽ ഇതിൽ പച്ചമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടാൽ മതി, ഇഞ്ചി ഇടണമെന്നില്ല. ഇതിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചതുകൊണ്ട് അതങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അത് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം, ഇഞ്ചി ഇടണ്ട, വെളുത്തുള്ളി മാത്രം കട്ട് ചെയ്തിടുക. ഇതിൻ്റെ അകത്ത് ഇത്രയും മാത്രമേ ഉള്ളൂ മസാലകൾ, ഗരം മസാലയോ ഒന്നും നമ്മൾ ചേർക്കണില്ല. പിന്നെ ഇതിന് ഒരിത്തിരി പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ 2-3 പീസ് ബ്രെഡ് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കുറച്ച് മാത്രം കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. അത് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്. എങ്കിലും ഇതിൻ്റെ ഇടയിൽ ഞാനത് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പരിപ്പ് താളിച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കൻ കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കറിയായി. കാരണം തലേ ദിവസം നമ്മൾ ചെമ്മീൻ കറി, വഴുതനങ്ങ ഉലത്തിയത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഫ്രഷായിട്ടൊരു ഒരു പരിപ്പ് കറി വെച്ച്, കടലപ്പരിപ്പ്. ഇത് ഈ കടലപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ റിച്ചാർഡൊന്നും കഴിക്കില്ല കേട്ടോ, അവന് പീസ് പരിപ്പാണ് ഇഷ്ടം. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞാൻ ഏതായാലും റൂബിനെ ഒന്ന് കിടത്താൻ വേണ്ടിയിട്ട് അവളെ കൂടി പോയി കുറച്ച് നേരം കിടന്നു. നല്ല മഴയും ഉണ്ട്. ഇന്നിവിടെ നല്ല മഴയുള്ള ദിവസം. രാവിലെ തുടങ്ങിയിട്ട് മഴ ചെയ്തുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് ഒരു ബർഗറും പിന്നെ ഒരു സൂപ്പും കൂടി വെക്കാം. സൂപ്പിൻ്റെ പാക്കറ്റ് മേടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഈസി പരിപാടിയല്ലേ. അപ്പോൾ ഒരു സൂപ്പും കൂടി, അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സൂപ്പും ബർഗർ കൂടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ബർഗർ പാറ്റി ഉണ്ടാക്കി എടുക്കണം. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികൾ ഞാൻ അതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഈ റൂമിൽ ഇരുട്ടാണ് കേട്ടോ. ഞാൻ ജനാലിൻ്റെ അരികത്തേക്ക് വന്ന് നിന്നിട്ടാണ് സംസാരിക്കണം. കാരണം ഇവിടെ റൂബി കിടന്നുറങ്ങുന്നുണ്ട്. റൂബിക്ക് തണുപ്പ് പിടിച്ചിട്ട് സുഖമായിട്ട് എൻ്റെ കൂടെ കിടന്നുറങ്ങണമായിരുന്നു. ഞാൻ കിടന്നുറങ്ങി, എൻ്റെ മേത്ത് മുഴുവനത്തോട് ഇതുണ്ട റൂബിയുടെ രോമമാണ്, ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റും, നിറച്ച് രോമമാണ് റൂബിയുടെ. അപ്പോൾ റൂബി കിടന്നുറങ്ങണോണ്ടേ അവൾ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. അതാണ് ഈ ബാക്കിൽ ഭയങ്കരമായിട്ട് ഇരുട്ട്. പിന്നെ അവിടേക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. 6 മണി ആയിട്ടുണ്ട്, 6:15 ആയിട്ടുണ്ട് കേട്ടോ, 6:15. അപ്പോൾ ഏതായാലും ഞാനിനി ബർഗർ പാറ്റി ഉണ്ടാക്കി എടുക്കട്ടെ. പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. ബണ്ണിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ബണ്ണൊന്ന് ചൂടാക്കി എടുക്കണം എന്ന് വെച്ചാൽ രണ്ട് സൈഡൊന്ന് പതിയൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ തണുപ്പത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ റോജറാണ് സൂപ്പ് ഉണ്ടാക്കാൻ പോണ ആള്. റോജറിന് ഇന്ന് ക്ലാസ്സായിരുന്നു. റോജർ ക്ലാസ് കഴിഞ്ഞ് വന്നേക്കണേന്ന്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്താണ് വന്നേക്കണത് കേട്ടോ. ഞാൻ പാറ്റീസ് ഉണ്ടാക്കാൻ പോണേ. റോജർ ഉണ്ടാക്കാൻ പോണു. റോജർ സൂപ്പ് ഉണ്ടാക്കണത്, ഞാൻ പാറ്റീസ് ഉണ്ടാക്കണത്. അപ്പോൾ പാറ്റീസ് നമുക്ക് ആദ്യം ഒരു ബട്ടർ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇടാം. ഒരു പീസ് ബട്ടർ, പാറ്റീസ്, നാല് പാറ്റീസാണ്, 4 ബണ്ണാണ് ഇനി ഉള്ളത്. 4 ബണ്ണ് ഞാനും പപ്പയും കഴിച്ച് തീർത്തു. 2 ബണ്ണ് ഞാനും കഴിച്ചു, 2 ബണ്ണ് പപ്പയും കഴിച്ചു. ഇപ്പം മണി 6:15.
അപ്പോൾ റോജറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ചൂടായിട്ടൊക്കെ തന്നെ കഴിക്കാമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരും കഴിച്ചു കഴിഞ്ഞാലും ഇവൻ താഴേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ വരട്ടെ എന്നിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഏതായാലും സൂപ്പ് അവനെ കൊണ്ട് ഉണ്ടാക്കിച്ച് അവൻ ആ ബണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എനിക്കെപ്പോഴും ഇഷ്ടം ബണ്ണ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് മൊത്തത്തിൽ ഞാൻ തന്നെ ബർഗർ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഏതായാലും ബണ്ണുള്ളതുകൊണ്ട് ഞാനത് വേഗം പണി കഴിഞ്ഞ് അങ്ങനെ. പിന്നെ ഈ ചീസില്ലേ, നമ്മൾ ഈ പാറ്റിയുടെ മീതയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പം നല്ല ഒരു ആവി ഇങ്ങോട്ട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ കളയാതെ ഇങ്ങോട്ട് മൂടി വെച്ച് കഴിയുമ്പോൾ 2 ഗുണമാണുള്ളത്. ഇത് ചീസ് ഒന്ന് ചെറിയ രീതിയിൽ മെൽറ്റായിട്ട് അതിൽ സ്റ്റിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നത്തെ ഒരു ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലേവറാണ്. അങ്ങനെ മൂടി വെക്കുമ്പോൾ ആ ഒരു പുക അതിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് ബട്ടറൊക്കെ ഇട്ട് പിന്നെ ആ പാറ്റിയുടെ ആ ഒരു സ്മെല്ലില്ലേ അതും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ഫ്ലേവർ ഈ ഒരു പാറ്റിയിൽ വരും. അത് പറയാൻ പറ്റില്ല, അത്ര നല്ല ഒരു സ്മെല്ലും നല്ല ഒരു ആ ബർഗറിന് മൊത്തത്തിൽ ഒരു ലെവൽ മാറുന്ന രീതിയിലേക്ക് ആകും. അപ്പോൾ ഈ ബർഗർ ഉണ്ടാക്കി ഞാൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും റിച്ചാർഡ് ഒരുപാട് നാടുകളിൽ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട ഈ ബർഗർ എന്ന് പറഞ്ഞ സാധനം ആ നാടുകളിൽ നിന്നൊക്കെ അവൻ കഴിച്ചിട്ടുണ്ട്. പിസ്സ ബർഗറൊക്കെ അവനിവിടെ പോയാലും കഴിക്കും. അപ്പോൾ അവൻ പറയാറുണ്ട് ഓരോ സ്ഥലത്തെ പിസ്സയും ബർഗറും ഒക്കെ എല്ലാം വ്യത്യസ്തമാണെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ അവനിത് കഴിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് വെസ്റ്റ് ഇൻഡീസിലെ ബർഗർ ഏറ്റവും ടേസ്റ്റായിട്ട് അവന് തോന്നിയിട്ടുള്ളതാണ്. ആ ബർഗറിൻ്റെ ടേസ്റ്റാണ് ഇതിനുണ്ടായിരുന്നതെന്ന് അവൻ പറഞ്ഞു. കാരണം ഈ ഒരു ഫ്ലേവറാണ് ആ ഒരു ടേസ്റ്റ് കൊടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ കുറേ ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ട് ടേസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലൊന്നും ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഈ പൊടിക്കൈകളാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ രുചി കൊടുക്കുന്നത്. നമ്മൾക്കാണെങ്കിലും ഒട്ടും പിടുത്തം കിട്ടിയില്ല ഇത് എങ്ങനെയാണ് ഈ ഒരു രുചി വന്നതെന്ന് നമുക്ക് പിടുത്തം കിട്ടില്ല. പക്ഷേ എന്താണ്, നിസ്സാരമായൊരു ചില ഇതുപോലെയുള്ള ഒരുപാട് നിസ്സാര കാര്യങ്ങൾ ചെയ്ത് ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ ഷെഫുമാരൊക്കെ. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ അവരും ചേർക്കുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഇൻഗ്രീഡിയൻസ് വെച്ചാലും അവരുടെ ആ ടേസ്റ്റ് വരില്ലെന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ അവർ ചെയ്യും. ഇതൊന്നും അവർ പറഞ്ഞു തരേയില്ല. അതാണ് നമ്മളുടെ തമ്മിലുള്ള ഫുഡിൻ്റെയൊക്കെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കുഞ്ഞു ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇതുപോലെ ഒരു ഇത്തിരി വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അടിപൊളിയാണ്, ഭയങ്കര ഫ്ലേവറാണ്. ഇത് ആ ചീസിൻ്റെ സ്ലൈസ് മെൽറ്റായിട്ട് അതിൽ പിടിച്ചിരിക്കണേണ്ട. അപ്പോൾ അതും 2 കാര്യങ്ങളും ഒന്നിച്ച് നടക്കും. അപ്പം ഞാൻ ഇവരിങ്ങനെ എന്നെ നോക്കി നിൽക്കണേണ്ട, ഞാൻ ചെയ്യണത് നോക്കി നിൽക്കണേനെ. അപ്പോൾ ഞാൻ ആദ്യം ബണ്ണിൻ്റെ മോൾ വശമാണ് താഴേക്കാക്കി അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചേക്കണത്. അപ്പോൾ മയണൈസ് വേണ്ടാന്ന് നേരത്തെ തന്നെ റോജർ പറഞ്ഞു വെച്ച് ഇതിനകത്ത് കുറച്ച് മയണൈസ് കൂടി ഇട്ടാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണത്. പക്ഷേ മയണൈസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സോസ് മാത്രമാണ് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബണ്ണിൻ്റെ മോൾ വശമാണ്, മോളിൽ വരേണ്ട സാധനമാണ് അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചേക്കണത്. എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികളാണ് ഈ വെക്കണത്, വേറെ സംഭവങ്ങളൊന്നുമില്ല. ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്ത പീസായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് റൗണ്ടിലൊന്നും വെക്കാൻ പറ്റിയില്ല. അതെല്ലാം പെറുക്കി വെച്ച്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, മമ്മി ഇതെന്തായി കാണിക്കണത്, ഇത് ബർഗർ പാറ്റി എടുത്ത് വെച്ചപ്പോൾ ഞാൻ തല കീഴാക്കിയാണ് വെക്കണത്, ചീസ് താഴെയൊക്കെയാണ് വെക്കണത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് മമ്മി എല്ലാം തല തിരിവാണെന്ന്. അപ്പോൾ ഞാനിതങ്ങോട്ട് എടുത്ത് മറിച്ച് വെച്ചതാ. പിന്നെ ശിവരി ഒന്നും മിണ്ടിയില്ല, കാരണം ഇവർക്ക് മനസ്സിലാകണില്ല ഞാനെല്ലാം തലതിരിച്ച് വെക്കണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ഇത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വെച്ചതെന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞത് ആ ചീസൊക്കെ മമ്മി താഴെയാക്കി തല കുത്തിയാണ് വെച്ചേക്കണത്, ഇപ്പം എല്ലാം നേരെ ആയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇവരെ പറ്റിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇത് പിടിച്ചൊന്നും ഇരിക്കണില്ല, കാരണം എല്ലാം കുഞ്ഞു കുഞ്ഞു പീസസാണ് അതിൻ്റെ അകത്ത് വെച്ചേക്കണത്. അപ്പം ഞാൻ ഏതായാലും ടൂത്ത് പിക്കൊക്കെ എടുപ്പിച്ചിട്ട് പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബർ ഒരു 1/2 കിലോ ഇത് ചെറി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ എടുക്കുകയില്ല, അല്ലാതെ അത് മാത്രമായിട്ട് ഞാൻ എടുത്ത് കഴിക്കാറില്ല, ഭയങ്കര മധുരമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ 10 രൂപയുടെ പാക്കറ്റൊക്കെ മേടിച്ച് അങ്ങനെ വെച്ചതായിരിക്കുള്ളൂ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതേതായാലും 1/2 കിലോൻ്റെ ഒരു പാക്കറ്റ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒരുപാട് നാൾ ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 4 ചെറി എടുത്ത് അതും കൂടി വെച്ച് എല്ലാ സാധനങ്ങളും റെഡി. ഐസ്ക്രീമില്ല, അതിനകത്ത്
ചിക്കനാണേ. എടുക്ക് ഞാനിത് എടുക്കാം. നിങ്ങൾ രണ്ടുപേരുടെ ഓരോ സൂപ്പ് എടുത്തോ. അവിടെ ലൈറ്റ് വിടണം കേട്ടോ. ഓ എന്തെല്ലാം വേണം. മയണൈസ് അത്യാവശ്യമുള്ള സാധനമാണ്. പക്ഷെ മയണൈസ് ഇട്ട് കഴിഞ്ഞാൽ ബാൻ ചെയ്ത്. അപ്പൊ ഇനി നമ്മള് മന്തി വെക്കുമ്പോ കഴിക്കാം. ഇവിടെ മന്തി വെക്കുമ്പോ കഴിക്കാന്ന്. ഹാപ്പി കിഡ്സ്. എടാ നിങ്ങള് എനിക്ക് എത്ര വലുതായാലും കുട്ടികളാ. എന്നെ ഉണ്ട് കേട്ടോ ഒരാള്. അവിടെ മുത്ത് വന്ന കൊച്ചോറങ്ങണായിരുന്നേ. ഉറക്കത്തിന്ന് വന്ന് ഞാൻ വെച്ച് തണുത്തിട്ട് കൊച്ചോറങ്ങണായിരുന്നു. എടാ അത് ഇത്തിരി നേരം അവിടെ വെച്ചിട്ട് ഒരു ബർഗർ എടുത്ത് കഴിക്ക്. അത് തന്നെ ഇങ്ങനെ കുടിച്ചോണ്ട് നിൽക്കല്ലേ. കഴിക്കുവച്ചേ. അപ്പൊ നീ ചീസ് വെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചീസ് വെച്ചിട്ടുണ്ട്. എടാ വട്ടത്തിൽ വെക്കാനൊന്നും പറ്റിയില്ല. ഇത് ഒക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് വെച്ചേക്കണൊക്കെ. വിട്ടുപോരും. ഇപ്പം പാറ്റീസ് അടിപൊളിയല്ലേ പറയാനുള്ള ഒരു പച്ചമുളക് ഉണ്ട്. തണുത്തുള്ളം വേണോ? റോജറെ ഒന്നൊരെണ്ണം എടുത്തിട്ട് ഇത്തിരി കടിച്ചിട്ട് ഇങ്ങനെ വെക്ക്. ഓഹോ. അപ്പൊ ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഇതുപോലെ ബാഗിലാണ് വന്നത്. അപ്പൊ തുറന്ന് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ തുറന്ന് നോക്കണം. എവിടെ റൂബി? അമ്മയുടെ മുത്ത് വാ. അമ്മയുടെ മുത്ത്. അമ്മയുടെ മുത്തുണ്ട് ഇവിടെ. അമ്മയുടെ മോൻ കൊച്ചു വന്നിരുന്നിട്ടുണ്ട്. അമ്മ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ പൊന്നാ. അവൻ മേടിച്ച സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സാധനങ്ങൾ അതില് ഒരു ഡേറ്റ്സ് ആണ് കേട്ടോ. ഇത് ഡേറ്റ്സിന്റെ വില 140. കൈ ചവിട്ടിത്തായിട്ട്. മുത്തവിടെ ഇരുന്നോ. ഡേറ്റ്സിന്റെ വില 148 രൂപ കേട്ടാ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല. കാരണം ഞാനിത് കൊടുക്കാൻ വേണ്ടി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യണില്ല. 148. അവർക്ക് അവിടെ ചേച്ചിയുടെ അങ്ങോട്ട് ഗ്രോസറി ഇല്ല. ഫ്ലിപ്കാർട്ടിന്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ എത്തും, പക്ഷെ ഗ്രോസറി ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത്തിരി സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് റോജറിന്റെ ഷാമ്പു ആണ്. റോജറെ പാത്രം കഴിയണ്ട, ഇങ്ങോട്ട് പോര്. ഞാനിപ്പോ വരാം. ഇവരെ ബർഗറൊക്കെ കഴിച്ചിട്ട് റോജറ പാത്രങ്ങൾ കഴുകാൻ കുറേ ഉണ്ട്. പാത്രങ്ങൾ കഴുകാനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഴുകാനുണ്ടാവും. അപ്പോൾ റോജറിന് മേടിച്ചത് അതേ ഷാമ്പു ആണ്. ലോറലിൻ്റെ ഷാമ്പു ഞാൻ മേടിച്ചത് 279 രൂപ. പിന്നെ എൻ്റെ ഇത് ഒരു ഇത് ടോയ്ലറ്റ് ക്ലീനറും ബാത്റൂം ക്ലീനറും ഓരോ ലിറ്ററിൻ്റെ കേട്ടോ. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ്. അത് ഞാൻ പൊട്ടിക്കണില്ല. ഇത് ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കണേണ്. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കണില്ല. ഇത് രണ്ടുമുണ്ട്. രണ്ടെണ്ണം ഒന്നിച്ചുള്ളതല്ല, സെപ്പറേറ്റ് ഉള്ളതാണ്. പക്ഷെ അവർ പാക്ക് ചെയ്തേക്കണത് ഒന്നിച്ചാണ്. അതിന് 1 ലിറ്ററിൻ്റെ മറ്റേ ടൈൽസ് ക്ലീൻ ചെയ്യണം ബാത്റൂം ക്ലീനറിന് 89 രൂപ, 89. 1 ലിറ്ററിൻ്റെ ടോയ്ലറ്റ് ക്ലീനറിന് 69. പിന്നെ ഇത് ഞാൻ ചേച്ചിക്ക് മേടിച്ചതായിരുന്നു. ഇപ്പം ഞാനൊരെണ്ണം പുതിയത് മേടിച്ചിട്ടുണ്ടല്ലോ.
ഇത് ഞാൻ ചേച്ചിക്ക് മേടിച്ചതായിരുന്നു. 2 ലിറ്ററിൻ്റെ ഡിഷ് വാഷ് ജെല്ല് 159. ഇതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ. അത്രയേ ഉള്ളു. പിന്നെ ഒരു സാധനം ഉള്ളത്, ഇതും ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. കശുവണ്ടി. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ മുഴുവൻ കശുവണ്ടിയാണ് കേട്ടോ. ഹോളാണ്. ഇതിൻ്റെ വില 150. 200 ഗ്രാമായിട്ട്. ഇതൊക്കെ ഭയങ്കര ലാഭമാണ്. ഇത് 200 ഗ്രാം 150 റുപ്പീസിനൊന്നും നമുക്കിവിടെ കിട്ടൂല. ഞാനിപ്പോൾ നേരത്തെ മേടിച്ചത് ബാക്കി എൻ്റെ കയ്യിലുണ്ട്. നല്ലതാണ്. അപ്പോൾ അത് നല്ലതായതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇത്രയും. അയ്യോ എടാ, അതാ ഷാമ്പു താഴ്ത്ത് മറിഞ്ഞ് വീണിട്ടുണ്ട് പൊട്ടിയെന്നറിയാം. അപ്പോൾ ഇത്രയും സാധനം മേടിച്ചപ്പോൾ കിട്ടിയത് 1 രൂപക്ക് ഒരു പഞ്ചസാര, പിന്നെ 1 രൂപക്ക് ദേ കിട്ടണം അയോഡക്സിൻ്റെ പവർ ജെല്ല് 10 ഗ്രാമിൻ്റെ. ഇതാണ് നമുക്ക് 1+1 2 റുപ്പീസിന് കിട്ടിയത്. എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇത് വേണ്ട. ഒരുപാട് ഈ കാർഡ്ബോർഡിൻ്റെ പീസസ് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്ന് പൊട്ടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഡേറ്റ്സ് 500 ഗ്രാമാണ് കേട്ടോ. 1/2 കിലോ ഉണ്ട്. പിന്നെ പഞ്ചസാര, കശുവണ്ടി, ഇതേ തത്തുമ്മോ, മാമ്മിയുടെ മുത്തേ, ആമിയുടെ മുത്തേ, ആമിയുടെ തത്തുമ്മേ. ഇപ്പോഴായിട്ട് ഞാൻ ഒരുപാട് ലേറ്റായി പോകുന്നുണ്ട് ജോലികൾ ചെയ്യാനായിട്ട്. കാരണം റിച്ചാർഡ് ഉള്ളതുകൊണ്ട് തന്നെ റിച്ചാർഡ് സ്ഥിരമായിട്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ സംസാരിച്ച് നടക്കുകയും എന്നെ പിടിച്ചവിടെ ഇരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ റിച്ചാർഡ് കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. റോജർ വന്നതിന് ശേഷം പിന്നെ കളിയൊക്കെ നിർത്തി. ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെന്നുള്ള ഒരു സന്തോഷം. അപ്പോൾ പിന്നെ പുള്ളി കളിയൊക്കെ വിട്ടിട്ട് അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ റോജർ ഇടയ്ക്ക് താഴെ ഇറങ്ങി വന്ന് സംസാരിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ കൂടെയാണ് സംസാരം. അപ്പോൾ അങ്ങനെ ഒത്തിരി സമയം ഞാൻ അങ്ങനെ കളയുന്നത് കൊണ്ടാണ് എനിക്ക് ജോലികളൊക്കെ വൈകുന്നത്. അപ്പോൾ വൈകിട്ട് ഞാനൊന്ന് അടിച്ചു വാരിയിട്ടാണ്. രാവിലെ ഇപ്പം അങ്ങോട്ട് തുടക്കമല്ല നമുക്ക്. അല്ലാതെ രാവിലെ എനിക്ക് അടിക്കലും തുടക്കലും കൂടി മിക്കവാറും നടക്കുന്നില്ല. അപ്പോൾ വൈകിട്ടൊന്ന് അടിച്ചിട്ട് പിന്നെ തുണികളൊക്കെ വിരിച്ചത് രാത്രിയാണ്. കാരണം വൈകുന്നേരമാണ് ഞാൻ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ റോജർ വന്നിട്ട് അവർ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കണതൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കഴുകിക്കോളാം എന്നൊക്കെ. അപ്പോൾ അതെല്ലാം എടുത്ത് കഴുകി കിച്ചൺ ക്ലീൻ ചെയ്യണം. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രങ്ങളും എല്ലാം കിടക്കും. അതെല്ലാം കഴുകി വെക്കണം. അതാണ് ഏറ്റവും വലിയ പാട്. ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതുപോലെ കിച്ചൺ ഒതുക്കുക എന്നുള്ളത്. കിച്ചൺ ഒതുക്കി പാത്രങ്ങൾ കഴുകുക. കിച്ചൺ ഒതുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പാത്രങ്ങൾ കഴുകാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമുണ്ടാണ്. അപ്പോൾ ഇത് ഒരാൾ കിച്ചൺ ഒതുക്കിയാൽ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യണം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പരിപ്പ് കറി മാത്രമല്ലേ ഉച്ചക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ തലേദിവസത്തെ കറികളൊക്കെ കൂട്ടിയിട്ടല്ലേ നമ്മൾ ഉച്ചക്ക് തിന്നുന്നത്. അപ്പോൾ ഇത്തിരി കറിക്ക് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി മുട്ട പൊരിക്കുക. അപ്പോൾ ഞാൻ ഈ മുട്ട പൊരിക്കുക ഇങ്ങനെയുള്ള പൊരിക്കുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, എണ്ണ നന്നായി ചൂടായിട്ട് പുക അങ്ങോട്ട് പൊങ്ങുന്ന സമയത്ത് മാത്രം അതിനകത്തേക്ക് ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അത് കാസ്റ്റ് അയൺ ആണെന്നുണ്ടെങ്കിലും അയൺ ആണെന്നുണ്ടെങ്കിലും സ്റ്റീലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നോൺ സ്റ്റിക്കിലേക്ക് തണുത്ത് ഇരിക്കുമ്പോൾ ഒഴിച്ചാൽ പോലും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ആ ഒരു ലാഘവത്തോട് കൂടിയിട്ട് ഇതുപോലുള്ള പാത്രങ്ങൾ നിങ്ങൾ കാണരുത്. എപ്പോഴും ചൂട് നല്ലതായിട്ട് വന്നതിന് ശേഷം മാത്രം അതിനകത്തേക്ക് ഇടുക എന്ത് ചെയ്യുമ്പോഴും. അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് പാത്രം കൊള്ളൂല എന്നുള്ളൊരു തോന്നൽ വരും. അത് നമ്മൾക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോൾ മിക്കവാറും ഇത് പറയുന്ന കാര്യം ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഒട്ടിപ്പിടിക്കുന്നെന്ന് പറയുന്നുണ്ട്. ഈ ഒട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ചൂടാകാതെ അതിനകത്ത് ഇട്ടിട്ടാണ്.
നല്ലതായിട്ട് തന്നെ ചൂടാകണം. നമ്മുടെ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ ശീലിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലായിരിക്കുള്ളൂ പെട്ടെന്ന് നമ്മൾ ഒഴിച്ചു പോകുന്നത്. പക്ഷേ അപ്പോഴേക്കും അത് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ആ പാത്രം ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴും ഈ സ്റ്റീൽ സ്ക്രബ്ബറിട്ട് ഭയങ്കരമായിട്ട് ഉരക്കരുത്. അങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ വീണ്ടും ചെയ്യുമ്പോഴും നമുക്ക് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. കുതിർത്തിട്ടിട്ട് സാവധാനം സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളുടെ മറ്റുള്ള പ്രാർത്ഥന കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്